ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എഫ് എന്ന ലെറ്ററിനെ കുറിച്ചാണ്. ഓക്കെ, എഫ് നമുക്ക് പരിചയമായ ഫ് എന്നുള്ള സൗണ്ട് തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, കാര്യമായ വ്യത്യാസങ്ങളില്ല. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലൈക്ക് നോർമൽ ഫ് സൗണ്ട്, ലൈക്ക് ഫ്ലോ, മീഡിയൽ വരുമ്പോൾ ആഫ്റ്റർ, സ്റ്റഫിങ് എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് പോലത്തെ ചില ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ അതിനു വേണ്ടി മസാലകളും അതുപോലെ അത് കുക്ക് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് സ്റ്റഫിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൈനൽ വരുമ്പോൾ ഇഫ്, ടിഫ്, കാഫ്. ടിഫ് എന്ന് പറഞ്ഞാൽ ചെറിയ വഴക്കിലേക്ക് നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ കാമുകന്മാരൊക്കെ തമ്മിലുള്ള ആ വഴക്കിടുന്നതിനാണ് ടിഫ് എന്ന് പറയുന്നത്. കാഫ് എന്ന് പറഞ്ഞാൽ കുട്ടി, പ്രത്യേകിച്ചും മൃഗങ്ങളുടെ കുട്ടികൾക്കാണ് കാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ശേഷം ഇതിൻ്റെ വീഡിയോസ് വരുന്നുണ്ട്, അപ്പോൾ അവിടെ നമുക്ക് വിശദമായി പഠിക്കാനുണ്ട്. ഇനി ജി എന്ന ലെറ്ററിലേക്ക് പോവാം. ജി നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഗ സൗണ്ടാണ് ചിലപ്പോൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ലൈക്ക് ഗുഡ്, ഗോസ്റ്റ് എന്നാൽ പ്രേതം. ബിഗിൻ, മിഡിൽ വരുമ്പോൾ ബിഗിൻ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുക, നമുക്കറിയാം. ബാഗ്, വർക്ക് എന്ന് പറഞ്ഞാൽ പരുക്കനായ എന്നുള്ളൊരു അർത്ഥം വരും. ഓക്കെ, ഇനി ചിലപ്പോൾ ജ് എന്നുള്ള സൗണ്ട് വരും. ലൈക്ക് ജെന്റിൽമാൻ, ലഡ്ജ, എക്സാജറേറ്റ്, നോട്ട് എക്സാഗറേറ്റ്. പല ആളുകൾ തെറ്റായി പ്രൊണൗൺസ് ചെയ്യുന്നൊരു വാക്കാണ് എക്സാജറേറ്റ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പെരുപ്പിച്ച് പറയുക. നമ്മൾ ചില ആളുകൾക്കുള്ളൊരു ബിഹേവിയറാണ്. ചെറിയ വിഷയങ്ങളും വലുതായി പെരുപ്പിച്ച് പറയുന്ന ആ ഒരു ബിഹേവിയറിനാണ് എക്സാജറേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രെഡ്ജ് എന്ന് പറയുന്നത് മെല്ലെ ഹെവി സ്റ്റെപ്പോടുകൂടി മെല്ലെ നടക്കുന്നതിനാണ് ട്രെഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ ഫ് എന്നുള്ള സൗണ്ട് വരും. ലൈക്ക് കഫ് എന്നാൽ കൊര എന്നർത്ഥം നമുക്കറിയുന്ന പോലെ. അതുപോലെ എന്നുള്ള സൗണ്ട് വരും. NG, ഹാങ്, അതുപോലെ സോങ്. നമുക്കറിയുന്ന വാക്കുകൾ തന്നെയാണ്, നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി ലൈക്ക് എൻ എന്നുള്ള സൗണ്ട് വരും. ലൈക്ക് ഫോറിൻ, വിദേശി എന്നുള്ള അർത്ഥത്തിൽ. അവിടെ ന് എന്നുള്ളതാണ്, ജി സൈലൻ്റ് പോലെയാണ് അവിടെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഓക്കെ, ലൈക്ക് പി, ഹിക്കപ്പ് എന്ന് പറഞ്ഞാൽ എക്കിട്ടം എടുക്കുന്നതിനാണ് ഹിക്കപ്പ് എന്ന് പറയുന്നത്. അവിടെ പ് എന്നുള്ള സൗണ്ടാണ്. ടോട്ടലി ഡിഫറെൻ്റ് ആയൊരു പ്രൊണൗൺസിയേഷനാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. ചിലപ്പോൾ സൈലൻ്റ് ആയിരിക്കും. ലൈക്ക് ഹെയ്റ്റ്, അല്ലെ ബോ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ കൊമ്പുകൾക്കാണ് ബോ എന്ന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും വിഷയങ്ങളാണ് നമുക്ക് ഈ 2 ലെറ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you, bye.